നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക്. ഇത് ചോറാണ്. ചോറിൻ്റെ കൂടെ കറി ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചോറുണ്ണണമെങ്കിൽ നല്ല രുചിയോടെ ചോറ് കഴിക്കാൻ പറ്റും. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി വരുമ്പോൾ ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞതാണ് അത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഉള്ളിയും പച്ചമുളകും വാടി വരുന്നവരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കരിവേപ്പില ഇട്ട് കൊടുക്കുക. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്ത് ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ചോറിട്ട് കൊടുക്കുക. ഇത് 2 വലിയ ആൾക്കാർ കഴിക്കേണ്ട അത്രയും ചോറുണ്ട്. ചോറിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ല ടേസ്റ്റുള്ള ചോറായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നല്ല മണം വരുന്നുണ്ട്. ഇനി ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇങ്ങനെ ഉണ്ടാക്കുന്ന ചോറിൻ്റെ കൂടെ ചമ്മന്തി, പപ്പടം, അച്ചാർ ഇങ്ങനെയെല്ലാം എടുക്കുക. അഥവാ ഇതൊന്നുമില്ല എങ്കിൽ ഈ ചോറ് മാത്രം മതി. നല്ല രുചിയുള്ള ചോറാണ്. പെട്ടെന്ന് കറിയില്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ്. വലിയ ആൾക്കും ചെറിയ ആൾക്കും എല്ലാം ഇഷ്ടപ്പെടും. ദൂരയാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊണ്ടുപോയാലും മതി. പെട്ടെന്ന് കേട് വരികയില്ല. ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക. കടുവറുത്ത ചോറ് എന്ന് പറയാം. കടുവറുത്ത ചോറ് റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ.